നമസ്കാരം ഫിറോസ്. പത്രപ്രവർത്തകർക്ക് വലിയ സന്തോഷമുള്ള ഒരു നമസ്കാരം. പുതിയ വാർത്ത വരുന്നു. പുതിയ ഒരു ചാനലും കൂടി വരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി ഒരു ചാനലിന് സ്കോപ്പ് ഉണ്ടോ കേരളത്തിൽ? കുറെ നാളുകളായി പല വിധത്തിലുള്ള ചാനലുകൾ വരുന്നു. ഇനി ഒരു സ്കോപ്പ് ഉണ്ടോ കേരളത്തിൽ? കേരളത്തിലെ ജനങ്ങൾക്ക് അത് അതെ, താങ്ങാൻ പുതിയ കഴിയും? സാറ്റലൈറ്റ് ചാനൽ എന്നാണല്ലോ നമ്മൾ പറയേണ്ടത്. ഓൺലൈൻ ചാനലുകൾ ഇപ്പോ എത്രയുണ്ടെന്ന് നമുക്ക് തന്നെ എണ്ണിയെടുക്കാൻ പറ്റാത്തവണ്ണമുള്ള ഓൺലൈൻ ചാനലുകളുണ്ട്. അപ്പൊ ഒരു സാറ്റലൈറ്റ് ചാനൽ, ഇത്രയധികം സാറ്റലൈറ്റ് ചാനലുകൾക്കിടയിലേക്ക് പുതിയൊരു സാറ്റലൈറ്റ് ചാനൽ വരുന്നു എന്നുള്ളതാണല്ലോ ശ്രീല വാർത്ത. ഇപ്പൊ ശ്രീല പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തകർക്ക് സ്വാഭാവികമായിട്ടും ആഹ്ലാദിക്കാനുള്ള വകയുണ്ട്. കാര്യം കുറച്ച് ഈ ശമ്പളം മറ്റ് നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ശമ്പളം കൂടാനും പുതിയ സ്ഥാപനത്തിൽ കൂടുതൽ ശമ്പളം കിട്ടാനുമുള്ള വകുപ്പാണല്ലോ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു വലിയ ടീമിന്റെ ചാനലാണ് വരുന്നതെന്നാണ്. എനിക്ക് തോന്നുന്നു തെലുങ്ക് മാനേജ്മെന്റോ അവിടെ എന്തോ വലിയ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന ഒരു ചാനലിന്റെ മലയാളം വേർഷൻ. അപ്പൊ ആ നിലയ്ക്ക് അത് ഒരു കേവലം കോൺഗ്രസ് ഒരു അനുകൂല ചാനലാണെന്ന് ഞാൻ മലയാളം മനസ്സിലാക്കുന്നു. സാറ്റലൈറ്റ് ചാനൽ എന്തോ ഒരു കോൺഗ്രസ് അനുകൂല ചാനലാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു കോൺഗ്രസ് നേതാവിന്റെ അനിയനാണ്, കോൺഗ്രസ് നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ആളാണ്, ഒരു ചാനലാണെന്ന് മനസ്സിലാക്കുന്നു. അയാളുടെ അനിയനാണ് ഇതിന്റെ ആളെന്നൊക്കെയാണ് ഇപ്പൊ നിലവിൽ കിട്ടുന്ന വിവരം. പക്ഷെ നേരത്തെ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ള ചാനൽ നോക്കിയാൽ സകലൻ എന്ന് പറയുന്ന ആൾ അവിടെ തമിഴ്നാട്ടിൽ അതൊരു BJP അനുകൂല ചാനലായി പോകുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇടതുപക്ഷക്കാരാണ് അത് മുഴുവൻ കൈയാളുന്നത്. കേരളത്തിൽ പിന്നെ ഏത് ചാനൽ, ന്യൂസ് 8ന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ഏത് ചാനൽ വന്നാലും ആദ്യമേ തന്നെ കുറെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ ചാടി സ്ഥാനം പിടിക്കുകയും അവരുടെയൊക്കെ പിണിയാളുകളെ അതിലേക്ക് കുത്തു നിറയ്ക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണുള്ളത്. അതിന്റെ തന്നെ അവസ്ഥയാകാനാണ് സാധ്യത ഈ ചാനലിന് അത് തോന്നുന്നു. ഇപ്പൊ എടുത്ത ആൾക്കാരുടെയൊക്കെ പുറത്തുപോയി ശ്രീല പറഞ്ഞു. മറ്റ് ചാനലുകളിൽ നിന്ന് പുറത്തു പോയവരുടെ കണക്കെടുക്കുമ്പോൾ ഒരു അന്തം കമ്മി ചാനൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ വരാൻ പോകുന്ന ബിഗ് ടി വി, അത് പേര് ബിഗ് ടി വി എന്നാണെന്നാണ് നമ്മൾ അതിന്റെ മെയിൻ ചാനലുകളുടെ പേര് ബിഗ് ടി വി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ബിഗ് ടി വി മലയാളം എന്നോ അല്ലെങ്കിൽ ബിഗ് ടി വി കേരളം എന്നോ ഇനിയിപ്പോ അല്ല മലയാളത്തിൽ തന്നെ ബിഗ് ടി വി ലൈവ് എന്നോ ഒക്കെയുള്ള ഒരു പേരിലായിരിക്കാം അത് വരിക. അപ്പോ അത് ഈ പറഞ്ഞ പോലെ അതിന്റെ മുതലാളിക്കോ അല്ലെങ്കിൽ ആ മുതലാളി ഇപ്പൊ ഏത് രാഷ്ട്രീയക്കാരനാണെന്നുള്ളത് പ്രധാനമല്ല. ശ്രീല പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോ എനിക്ക് തോന്നുന്നത് ശ്രീല ഉദ്ദേശിച്ച ചാനൽ എനിക്ക് മനസ്സിലായി. തമിഴ്നാട്ടിലെ ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ചാനൽ അത് കേരളത്തിലേക്ക് വന്നപ്പോ അതിന്റെ ഒരു സ്വഭാവം മാറിയെന്നായിരിക്കും. അപ്പൊ അവിടെ വേറൊരു രീതിയിലാണ് ആ ചാനൽ ഓടുന്നത്, കേരളത്തിൽ അത് മറ്റൊരു രീതിയിലാണ് ഓടുന്നത്. അത് ശരിയാണ്, സത്യമാണ്. അതിൽ കൂടുതലും എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം എന്ന് എനിക്ക് തോന്നുന്നു പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള മാധ്യമ പ്രവർത്തകർ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോ അതിലേക്ക് പക്ഷെ ഞാൻ ഈ പുതിയ ചാനലുമായി ബന്ധപ്പെട്ട് എനിക്കിതിൽ ആകെ ഒറ്റ കാര്യം, എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആ ചാനലിനെ പറ്റി അറിയില്ല. എനിക്കതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നൊരു കാര്യം ശ്രീല, അതിലൊരു സ്ക്രീനിനെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള, സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇപ്പൊ ടിവിയിലല്ലോ ഇത് കാണുന്നത്, കൂടുതൽ പേര് മൊബൈൽ ഫോണിലാണ് ഇത് കാണുന്നത്. അപ്പൊ മൊബൈൽ ഫോണിലാണെങ്കിൽ തന്നെയും ഒരു സ്ക്രീനിനെ നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു ടെക്നീഷ്യൻ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്കതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആ ചാനൽ വരുന്നു എന്ന് പറയുമ്പോൾ തോന്നുന്നത്. അതായത് ആ മനുഷ്യൻ കേരളത്തിലെ പല ചാനലുകളും ടെക്നിക്കലി ഡിസൈൻ ചെയ്ത ഒരാളാണ്. അയാള് ആദ്യം ഏഷ്യാനെറ്റിന്റെ ഭാഗമായിരുന്നു, അതിനുശേഷം മഴവിൽ മനോരമയുടെ ഭാഗമായിരുന്നു, ഫ്ലവേഴ്സിന്റെ ഭാഗമായിരുന്നു, പിന്നീട് 24 എന്ന് പറയുന്ന ചാനലിൽ അങ്ങനെ ഡിസൈൻ ചെയ്തത് അദ്ദേഹമാണ്. നിലവിൽ നമ്മൾ കാണുന്ന വലിയ ഈ ബൂം 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 24 മണിക്കൂറും വലിയ ഈ ശബ്ദായമാനമായി നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് 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 ബ്രേക്കിങ്ങുകൾ കൊണ്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചാനലായ റിപ്പോർട്ടർ ചാനലിന്റെ അണിയറയിലും അതിന്റെ സ്ക്രീൻ ഏഷ്യയിലെ ഏറ്റവും വലിയ AR/VR XR, ആ XR-ഉം ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ അതിന്റെയും പിന്നണിയിൽ ഉണ്ടായിരുന്നത് ആ മനുഷ്യനായിരുന്നു. അപ്പൊ ആ മനുഷ്യനാണ് ഈ ചാനലിന്റെ പിന്നിൽ ഉള്ളത് എന്നുള്ളതാണ്. അതെ, അതിനുമപ്പുറം ഈ റിപ്പോർട്ടർ ചാനൽ കറക്റ്റ്. അതായത് ഈ 24-ന്റെയും റിപ്പോർട്ടറിന്റെയും സ്ക്രീനിന്റെ മുകളിൽ ഒരു സ്ക്രീൻ ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്ക്രീനിനെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന അനിൽ അയിരൂർ അതിന്റെ ഈ സാരഥ്യത്തിലിരിക്കുന്നു എന്നുള്ളത് ഈ പുതിയ ചാനൽ വരുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് ഞാൻ കാണുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞാൻ പറയാം, ഒരു പക്ഷേ നമ്മളൊരു ഈ ഡൗൺ ടു എർത്ത് ആയ അയാളുടെ ഒരു പേഴ്സണലായിട്ട് അയാളുടെ ക്യാരക്ടർ തന്നെ ഒരു ഡൗൺ ടു എർത്ത് ആണ്. ഇപ്പം അവിടുത്തെ അദ്ദേഹം തന്നെ ബേസിക്കലി ഒരു ട്രെയിനിങ് ജേർണലിസ്റ്റിനെ പോലെയാണ് എപ്പോഴും നടക്കുന്നത്. അദ്ദേഹത്തിന് ഈ വലിയ ഭാരങ്ങളൊന്നും തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനല്ല. ഇതെല്ലാം എന്റെ തലയിൽ കൂടെയാണോ ഓടുന്നതെന്ന് പുള്ളിയുടെ മുഖത്ത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ പുള്ളി വളരെ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഭാരങ്ങൾ പേര് നടക്കുന്ന ഒരു മനുഷ്യനൊന്നുമല്ല.
അദ്ദേഹം വളരെ സിമ്പിളായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന, അവിടുത്തെ ഒരു ട്രെയിനി ജേർണലിസ്റ്റിനോട് പോലും വളരെ സാഹൂതം അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്ന, അതേസമയം അതിന്റെ ഉയരങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരെയും അതേ നിലയിൽ കാണുന്ന ഒരു പ്രത്യേക, നമ്മൾ ഒരു പ്രത്യേക കാറ്റഗറി, ഒരു പ്രത്യേക മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമാണ് ശ്രീല എനിക്ക് അതിലൊരു പ്രതീക്ഷ. അപ്പൊ ബിഗ് ടി വി ലൈവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനൽ മലയാളത്തിലേക്ക് വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ അനിൽ അരൂരാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത് കൊണ്ട് പ്രവചനം അസാധ്യമാണ് തൽക്കാലം. കാരണം അതിന്റെ പൊളിറ്റിക്സ് എന്താണെന്ന് നമുക്കിപ്പം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്ത് ഒരു ടെക്നിക്കലി സാങ്കേതികമായി അത് മറ്റ് ചാനലുകളോട് കിടപിടിക്കുന്നു എന്ന് പറയുന്നില്ല, കിടപിടിക്കുന്നതല്ല, മറ്റ് ചാനലുകൾക്കും അപ്പുറത്ത് നിലവിലുള്ള എല്ലാ സാറ്റലൈറ്റ് ചാനലുകൾക്കും മുകളിൽ അത് പ്ലേ ചെയ്യും. അത് അങ്ങനെ ഒരു അങ്ങനെയുള്ള ഷോസ് അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ ഒരു സ്ക്രീൻ പ്രതീക്ഷിക്കാം. പിന്നെ ജേർണലിസ്റ്റുകളൊന്നും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പ്രധാനമല്ല. അദ്ദേഹത്തിന് ഒരു മിനിമം ഒരു മീഡിയം ജേർണലിസ്റ്റുകളെ കിട്ടിയാൽ മതി. അത് തന്നെ എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കും ഉള്ളത്. ഇപ്പൊ റിപ്പോർട്ടറിൽ തന്നെ ഈ ഭയങ്കരമായി ഒരു അതിഭീകരന്മാരായ ജേർണലിസ്റ്റുകളൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു ശരാശരി ജേർണലിസ്റ്റുകൾ ഉണ്ടതിൽ, അത്രയും ജേർണലിസ്റ്റുകൾ മതി. അത് വെച്ചിട്ട് ഈ സംഭവത്തെ ഒന്ന് കളറാക്കിക്കൊണ്ട് ഒരു പുതിയ ഒരു കൾച്ചർ കൊണ്ടുവരാൻ ചിലപ്പോ ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് ശ്രീല. ബാക്കി ചില ഏരിയകൾ ശ്രീല പ്രധാനമല്ലെങ്കിലും കണ്ടന്റ് പ്രധാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി എഫക്റ്റീവായി പോകുന്നത് സോഷ്യൽ മീഡിയയാണ്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ജനങ്ങൾ അകലുന്നോ എന്ന സംശയം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോ ഈ ടാബ് റേറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ ചില ഗിമ്മിക്കുകൾ കാണിച്ചാണ് അവർ പിടിച്ചു നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയേറെ ജനങ്ങൾ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിലെതിരഭിപ്രായമുണ്ട്. കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞെടുക്കുന്നത്. ഇപ്പോ സർക്കാരിന്റെ ഭാഗമായും ചില കള്ളങ്ങളുടെ ഭാഗമായും ഒക്കെ മെയിൻ സ്ട്രീം മീഡിയകൾ നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെ ദിലീപിന്റെ കേസിലൂടെ തന്നെ പ്രകടമാണ്. കഴിഞ്ഞ 8 വർഷമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയങ്ങളൊക്കെ ഫലപ്രദമായി പൊളിച്ചെടുക്കുന്നത് സോഷ്യൽ മീഡിയ. അവസാനം സോഷ്യൽ മീഡിയയുടെ ഇടത്തിലേക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ഒരു ജേർണലിസ്റ്റുകളുടെ കാര്യം നോക്കിയാൽ എനിക്ക് തോന്നുന്നു ശരാശരി കാര്യങ്ങളെ വിലയിരുത്തുന്ന, കൃത്യമായി പറയുന്ന ജേർണലിസ്റ്റുകൾ എത്ര പേരുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ മാനേജ്മെന്റിന്റെ താല്പര്യം, സ്വന്തം താല്പര്യം, അങ്ങനെ പല താല്പര്യങ്ങളുണ്ടാവും. ഇപ്പോ നിലവിലെ സോഷ്യൽ മീഡിയ അതൊരു ബിസിനസ്സായി മാറിയിട്ടുണ്ട്. പത്രപ്രവർത്തനവും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തനവും ഒക്കെ ഒരു ബിസിനസ് എന്ന ലെവലിലേക്ക് തന്നെ മാറിയിരിക്കുന്നു. അതാണ് അതിന്റെ ഒരു മറ്റ് ചാനലുകളൊക്കെ കേരളത്തിൽ വന്നപ്പോഴാണ് ഈ ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശമ്പളങ്ങൾ കിട്ടാനുള്ള ഒരു സാധ്യതയുള്ളത്. മറ്റേത് നമുക്കറിയാമല്ലോ, ഇന്ത്യ വിഷയത്തിലൊക്കെ നല്ല ജേർണലിസ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ കഞ്ഞി കുടിക്കാൻ വകയില്ലായിരുന്നു. പക്ഷെ ഇന്ന് അവർക്കൊക്കെ വലിയ വിലയാണ്. ഒന്നും അറിയാത്ത ആൾക്കാർക്ക് പോലും വലിയ വിലയാണ്. കാരണം ഓരോ ചാനലിൽ കയറി ഇരുന്ന് വരുന്ന ചാനലുകൾ മാറി മാറി അങ്ങനെ വലിയ വിലയുള്ള ജേർണലിസ്റ്റുകളായി പലരും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ കണ്ടന്റ് വൈസ് നോക്കിയാൽ അവർക്ക് അതിനുള്ള ശേഷിയുണ്ടോ, അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള കാര്യമുണ്ടോ, ശേഷിയുണ്ടോ, അല്ലെങ്കിൽ ഒരു വിഷയത്തെ അങ്ങനെ അനലൈസ് ചെയ്ത് പറയാൻ കഴിയുമോ, ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കുമോ എന്നൊക്കെ ചിന്തിച്ചാലില്ല. അങ്ങനെ പഠിക്കുന്ന വളരെ കുറവ് ജേർണലിസ്റ്റുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്രയും കാലത്തിനിടയിൽ. പിന്നെ വൺ സൈഡായി ചിന്തിക്കുന്ന ചിലർ, അത് സത്യമാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന ചിലർ, ഇത്തരത്തിലുള്ള ചില ആൾക്കാരാണ് ഇപ്പൊ മാധ്യമപ്രവർത്തകരായി ഉള്ളത്. യഥാർത്ഥത്തിൽ ഇനിയൊരു പുതിയ മാധ്യമ സ്ഥാപനം വരുമ്പോ കുറച്ചുകൂടി കാര്യഗൗരവത്തോടെ കണ്ടില്ലെങ്കിൽ ഒരു വിഷയത്തെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയം എനിക്കുണ്ട്. കാരണം ഇപ്പോ റിപ്പോർട്ടർ ചാനൽ പല വാർത്തകളും എക്സ്ക്ലൂസീവ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം അരമണിക്കൂറിൽ പൊളിഞ്ഞു വീഴുകയാണ്. ഒരു CI, DYSP എല്ലാവരും ഇടപെട്ട ഒരു ചെയിൻ ബലാത്സംഗ കേസ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു പോലീസുകാരുടെ ബലാത്സംഗ കേസ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്ന് 10 മിനിറ്റ് പൊളിഞ്ഞു വീണു. ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ നാളെ ബിഗ് ബ്രേക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തമാശയാണ്, ആൾക്കാർ ചിരിക്കും. അങ്ങനെ ഇടുന്ന ആ കാടിന് താഴെയൊക്കെ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അതിന് താഴെ പോയാൽ ശരിക്കും പറഞ്ഞാൽ ഈ ജേർണലിസ്റ്റുകളെയൊക്കെ കളിയാക്കിക്കൊണ്ടും മാധ്യമ സ്ഥാപനങ്ങളെ കളിയാക്കിക്കൊണ്ടുള്ള മെസ്സേജുകളാണ്. യഥാർത്ഥത്തിൽ പത്രപ്രവർത്തനത്തിന്റെ വില കളയുന്ന രീതിയിലാണ് റിപ്പോർട്ടർ ചാനൽ പലപ്പോഴും. ഇപ്പോ ഞാൻ ചാനലിന്റെ പേര് തന്നെ എടുത്ത് പറയാം, അടുത്ത കാലത്തായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എത്രത്തോളം വ്യത്യസ്തമായിരിക്കും ഒരു ചാനൽ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇനി ജനങ്ങൾ അങ്ങോട്ട് പോകണോ അത് കാണണമെന്ന് തീരുമാനിക്കുന്നത്. വിഷ്വൽ എഫക്ട് ശരിയാണ്, വിഷ്വൽ എഫക്ട് കൊണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ കഴിയുമായിരിക്കും. അല്ല, ശ്രീല പറഞ്ഞ 100% ശരിയാണ്. ഞാൻ പറഞ്ഞത് ശ്രീല പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണ്. ഇപ്പൊ മുമ്പൊക്കെ ഒരു ചാനൽ വരുമ്പോൾ, ചാനലട്ട ഏത് മാധ്യമ സ്ഥാപനമാവട്ടെ, ഒരു ചാനൽ വരുമ്പോ ആദ്യം ആരെയാണ് സെലക്ട് ചെയ്യുക? ആദ്യം അതിനൊരു എഡിറ്ററിനെയാണ് എഡിറ്റർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വിഷ്വൽ എഡിറ്റർ അല്ല. അതിന് ഏറ്റവും പാകപ്പെട്ട ഒരു പക്വതയുള്ള, അല്ലെങ്കിൽ മാധ്യമ രംഗത്തെ പറ്റി നല്ല ധാരണയുള്ള ഒരു അതിന്റെ ഒരു ഹെഡ്, ഒരു എഡിറ്റോറിയൽ ഹെഡിനെയാണ് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഹെഡിനെ കിട്ടൂ. ആരായിരിക്കും? അത് ഉണ്ണി ബാലകൃഷ്ണൻ വേണോ, അല്ലെങ്കിൽ സിന്ധു സൂര്യകുമാർ വേണോ, അതല്ലെങ്കിൽ അവിടെ നിന്ന്
നമുക്ക് തൽക്കാലം മാറി നിൽക്കുന്ന, വിനോദ് അല്ലെങ്കിൽ ഇപ്പോൾ റിസൈൻ ചെയ്ത് പോയ CL തോമസ് വേണോ, അല്ലെങ്കിൽ അങ്ങനെ പത്രത്തിൽ നമുക്ക് ആരെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ? അല്ലെ, അങ്ങനെയായിരുന്നു നമ്മൾ ഈ മുൻപൊക്കെ ഈ മാധ്യമ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഈ മാധ്യമ കമ്പനികളോ ഒക്കെ ചിന്തിച്ചിരുന്നത്. ഇപ്പൊ എന്താ അവസ്ഥ? ഏത് ആങ്കറിനെ കൊണ്ടുവരാൻ? അപ്പൊ അത് ഹാഷ്മിയാണോ അല്ലെങ്കിൽ സുജയ പാർവതിയാണോ, അതോ കുറച്ചും കൂടി നല്ലത് ഷാനി പ്രഭാറാണോ എന്നുള്ള നിലയിലേക്ക് ഈ സംവിധാനം മാറി. അത് വലിയൊരു അപകടമാണ്. കാര്യം ഈ തീർച്ചയായിട്ടും ആങ്കർമാർക്ക് കഴിഞ്ഞ എന്താ, ദിവസം അത് കണ്ടതാണ് ആങ്കർമാർ സ്മൃതി ഇങ്ങനെ പരുത്തിക്കാട് ഒരു വെടിപൊട്ടിക്കുന്നത്. ചാനൽ ചർച്ച. കഴിഞ്ഞ ദിവസം ആ സത്യം പറഞ്ഞാൽ നാണക്കേട് തോന്നി. സ്മൃതി പരുത്തിക്കാട് ഒരു ചാനൽ ചർച്ചയിൽ സ്മൃതി പരുത്തിക്കാട് പറയുകയാണ്, ദിലീപ് വന്ന സമയത്ത് ആരോ ഒരുത്തൻ പറഞ്ഞൊരു വിവരക്കേട് ആവർത്തിച്ച് പറയുകയാണ്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതാണെന്ന് തോന്നുന്നു. ജഡ്ജി ദിലീപ് കയറി വന്നപ്പോ എണ്ണീറ്റ് നിന്ന് തൊഴുതു എന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തം. അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങി റിപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു മാധ്യമ പ്രവർത്തകയല്ല എന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മളൊക്കെ ഞാൻ എന്റെ 23-24 വയസ്സുള്ളപ്പോൾ മുതൽ കോടതിയിൽ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് കോടതി നടപടികളെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. നമ്മൾ പോകുമ്പോൾ കാണുന്നു, പഠിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. ഇവരൊക്കെ എന്ന് ചോദിച്ചാൽ ആങ്കറായി ഏതെങ്കിലും ചാനലിൽ വന്ന് കുറച്ചു ദിവസം അവിടെ ഇരുന്ന് വാർത്ത വായിച്ച് ആങ്കറായി വലിയ ജേർണലിസ്റ്റുകളായി എന്ന തരത്തിൽ വാഴ്ത്തപ്പെടുന്നവരാണ്. അപ്പൊ അതിന്റേതായ കുഴപ്പങ്ങൾ, ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കാൻ തന്നെ കുഴപ്പമാണത്. അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ ദിലീപ് വന്നപ്പോ ജഡ്ജി എണ്ണീറ്റ് നിന്ന് തൊഴുതു, ആ വിഡ്ഢിത്തം ആവർത്തിച്ച് പറയുകയാണ്. അത് വലിയ ഗൗരവമുള്ള കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകരൊന്നും കളിയാക്കണ്ടെന്ന് വിചാരിച്ചത് ഇടാതിരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളത്. ആ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ, എന്ത് മണ്ടത്തരമാണ്. ഇവരൊക്കെയാണ് ഒരു ചാനലിന്റെ ഹെഡായി വരുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ തന്നെ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ, ഇപ്പൊ നിലവിലുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുക്കുന്നതിനപ്പുറത്തേക്ക് പുതിയ ആരെങ്കിലും ഒരാളെ വളർത്തിയെടുക്കാനോ കൃത്യമായ MV നികേഷ് കുമാറിനോടൊപ്പം വളർന്നു വന്നവരല്ലാതെ രണ്ടാം തലമുറയിൽ നല്ലൊരു ജേർണലിസ്റ്റുകളെ വളർത്തിയെടുക്കാനുള്ള ശ്രമം പോലും ഉണ്ടായില്ല. പലപ്പോഴും പലരെയും മാറ്റി നിർത്തുകയും അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്ന പ്രവണതയൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. രണ്ടാം തലമുറയിൽ ഒരു നല്ല ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണുള്ളത്? ഇവരുടെ തലമുറ. ഈ MV നികേഷ് കുമാർ നല്ല ജേർണലിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം ഇല്ല. ജേർണലിസത്തിന്റെ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് എതിരഭിപ്രായമില്ല. പക്ഷെ ഇടക്കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ നയവ്യതിയാനങ്ങൾ വലിയ പ്രശ്നം തന്നെയാണ്. അത് ഞാൻ ആ ഭാഗത്ത് അദ്ദേഹത്തെ അനുകൂലിക്കുന്നുമില്ല. അതുപോലെ വിനു വി ജോണ് ഇങ്ങനെയുള്ള ജേർണലിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നതിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ രണ്ടാം തലമുറയും വരുന്ന തലമുറയും വളർത്തിയെടുക്കുന്നതിൽ വലിയ പരാജയമാണല്ലോ എന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് ഇപ്പോ വളരെ സ്റ്റാറായി നിൽക്കുന്ന ഇപ്പൊ ലക്ഷ്മി പത്മയൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ടിവിയിൽ ആദ്യം പോയത് ലക്ഷ്മി പത്മയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ലക്ഷ്മി പത്മ എങ്ങനെയാണ് ഇപ്പോ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ആളായി മാറുന്നത്? ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലാതെ എനിക്കൊരു ജേർണലിസ്റ്റിക്കായി ഒരു വലിയ ജേർണലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ അഭിനന്ദിച്ച് പറയാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് ലക്ഷ്മി പത്മ എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരു നല്ല പ്രാഗൽഭ്യമുള്ള ജേർണലിസ്റ്റ് ആണെന്ന അഭിപ്രായം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്ന ആരൊക്കെയാണ് എങ്ങോട്ടൊക്കെയാണ് നിലവിലുള്ള ജേർണലിസ്റ്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് കഴിവുള്ളവരെ വളർത്തിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ രണ്ടാം തലമുറയിൽ വലിയ പരാജയമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാഷ്ട്രീയക്കാരെ പോലെയാണ്. ആരെങ്കിലും ഞങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരാണ് തലപ്പത്തുള്ളത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒന്നാമത് മാറുന്നില്ല ശ്രീല. അതായത് നമ്മൾ പണ്ട് ഈ നാടക സമിതികൾ ഉണ്ടായിരുന്നല്ലോ. നാടക സമിതികളിൽ നിന്ന് ഒരു നാടക സമിതിയിലെ മികച്ച നടി അല്ലെങ്കിൽ നടൻ അതിനെ വേറൊരു നാടക സമിതി അടിച്ചുകൊണ്ട് പോകും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂടുമാറുന്ന, ഒരു 100 രൂപ അല്ലെ 50 രൂപ കൂടുതൽ കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന. അപ്പം നാടക സമിതികൾ മാറുന്നത് പോലെ സത്യത്തിൽ നാടക സമിതികളായി മാറിക്കഴിഞ്ഞു മലയാളത്തിലെ സാറ്റലൈറ്റ് ചാനലുകൾ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം ഏറ്റവും നന്നായിട്ട് നാടകം കാണിക്കാൻ അറിയാവുന്നവൻ ഏറ്റവും നല്ല ജേർണലിസ്റ്റ് എന്ന അവസ്ഥയിലേക്ക് മാറി. നമ്മൾ മുമ്പൊക്കെ ഇപ്പൊ ഏഷ്യാനെറ്റിലെ കെ അജിത്ത് കൊണ്ടുവരുന്ന എക്സ്ക്ലൂസീവുകളായിരുന്നു ഒരു കാലത്ത്. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത്, എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് നമ്മളൊക്കെ കാണാൻ ഇരിക്കുന്നത് ആ കെ അജിത്ത് കൊണ്ടുവരുന്ന എക്സ്ക്ലൂസീവുകൾ ഏഷ്യാനെറ്റിൽ വരും. ഗംഭീര സാധനമായിരിക്കും. ഇന്ന് അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് കൊണ്ടുവരുന്ന ജേർണലിസ്റ്റ് അല്ലല്ലോ ഇന്നത്തെ സ്റ്റാർ. ഇന്നത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച നാടകം കളിക്കുന്നയാൾ, ഏറ്റവും മികച്ച സ്റ്റാർ, സെൻസേഷൻ ഉണ്ടാക്കുന്നു. ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരമായിട്ട് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ അന്തം വിട്ടിരിക്കും. എന്തൊന്നും മനസ്സിലാവില്ല. ഒരു വെടിയും ഒരു പുകയും. മറ്റേ ഏതോ ഒരു സിനിമയിലാണോ എന്തോ എനിക്കറിയില്ല, ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒന്നും ആൾക്കാർക്ക് പ്രേക്ഷകരൊന്നും മനസ്സിലാവരുത്. എല്ലാം ഒരു വെടിയും പുകയും, ഒരു മൊത്തം ഒരു മയം, ഒരു സംഭവം. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ഉദാത്തമായ മാധ്യമ പ്രവർത്തനം എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി അതേ പാതയാണോ നമ്മുടെ ഈ ബിഗ് ടി വി, നമ്മുടെ അനിലേട്ടന്റെ ചാനല് ബിഗ് ടി വിയും അതാണോ പിന്തുടരുക എന്ന് നമുക്കറിയില്ല. ഏതായാലും വേണുഗോപാലകൃഷ്ണൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അറിയുന്നു. അപർണയുണ്ട്. എനിക്ക് പക്ഷെ വ്യക്തിപരമായിട്ട് ഇവരെയൊക്കെ ഇഷ്ടമാണ്. അവരൊക്കെ ചേർന്നൊരു നല്ല ടീം എന്ന നിലയിലും എനിക്കിഷ്ടമാണ്. ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്.
ഒരു ജേർണലിസ്റ്റ് എന്ന മനസ്സിലായി. രീതിയിൽ സ്ഥാപനത്തിന്റെ സാന്നിധ്യം വഹിക്കാനുള്ള ഒരാളെന്ന രീതിയിലൊക്കെ എത്രത്തോളം പറ്റും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ലാതെ വ്യക്തിപരമായി അവരോട് അതെ, ആർക്കും ഒരു എനിക്കൊരു വിരോധമില്ല, എല്ലാവരും നല്ല സുഹൃത്തുക്കളുമാണ്. അതെ എഡിറ്റോറിയൽ ആ രംഗത്ത് ഇപ്പൊ ഈ അവതാരകർ എന്നതിനപ്പുറത്ത് അതിനകത്തൊരു ഒരു 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 ജേർണലിസ്റ്റിക് വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ശ്രീല സംശയിക്കുന്നത്. അപ്പൊ ഏതായാലും ഈ പറഞ്ഞ പോലെ വേണുഗോപാൽ നല്ല ജേർണലിസ്റ്റ് ആയിരുന്നു, കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ ഷാർപ്പായി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ ഓടി നടന്ന് ഓരോ സ്ഥാപനങ്ങളിലും ഓടി നടന്ന 6 മാസം 1 മാസം ഒരു ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത്. അപ്പൊ ഇവിടെ കാണുന്നു, അവിടെ കാണുന്നു, നിലവിലുള്ള അവിടെ കാണുന്നു, ഇവിടെ കാണുന്നു, അങ്ങനെ ഒരു മാറ്റം വരുമ്പോൾ പൊതുജനങ്ങൾ പ്രേക്ഷകർ എത്രത്തോളം അംഗീകരിക്കും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. അതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അല്ലാതെ ഇവരെ വേണുചേട്ടനെ സംബന്ധിച്ച് എനിക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് വേണുചേട്ടന്റെ കാര്യത്തിൽ സംശയമില്ല. ഇപ്പോ എന്നോട് പോലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ കുറച്ചുകൂടി എനിക്കൊന്ന് BJP യെ കുറിച്ച് കുറച്ചുകൂടിയൊക്കെ അറിയുന്ന ഒരാളെന്ന് എന്നോട് പോലും വേണുവേട്ടൻ കാര്യങ്ങൾ സംസാരിച്ച് അത് ശരിയാണോ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ഓരോ വിഷയം പഠിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് ഞാൻ വേണുവേട്ടനിൽ കണ്ട ഒരു ഗുണം. അതൊരു വലിപ്പച്ചെറുപ്പമൊന്നും നോക്കാതെ ഒരു കാര്യം ഒരാൾക്ക് അറിയാമെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതൊക്കെ ശരിയാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. അതാണ് സ്മൃതിയുടെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര നാണക്കേട് തോന്നി. ഏതെങ്കിലും അഭിഭാഷകൻ കണ്ടാലുണ്ടല്ലോ, കോടതിയിൽ നമുക്ക് ജീവിതത്തിൽ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ നമുക്ക് കോടതിയുടെ മുമ്പിൽ പോയാൽ പറ്റില്ല. അതേ അവസ്ഥയിലാണ് പറയുന്നത്. സാധാരണ ആൾക്കാർക്ക് പോലും അറിയില്ലേ, കോടതി കൂടുമ്പോ പിന്നെ കോടതിയിൽ ജഡ്ജി വരുമ്പോ, ജഡ്ജി ചേംബറിൽ വരുമ്പോ ബാറും ബെഞ്ചും തമ്മിലുള്ളൊരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നമുക്ക് സ്ഥിരമായി നടക്കുന്നതാണ്. ഇത് അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? എനിക്ക് ഭയങ്കര അതിശയം തോന്നിയ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് കോട്ട് ചെയ്ത് പറഞ്ഞത്. ഞാനിത് ശ്രീലയോട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ സിനിമയിൽ പോലും കാണാറുണ്ട്, സാധാരണ ജഡ്ജിമാര് കോടതി വരുമ്പോൾ ഒന്ന് തൊഴുകാറുണ്ട്. നമ്മൾ സിനിമ ഞാൻ കോടതിയിൽ അങ്ങനെ കോടതി റിപ്പോർട്ടിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് കോടതിയിൽ നടക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ സംശയിച്ചു, ഇനിയിപ്പോ എന്തായാലും നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ, ജഡ്ജി വന്നിട്ട് ഒന്ന് തൊഴുതിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ജഡ്ജി വരുമ്പോ കോടതിയിൽ എല്ലാവരും എന്തു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇത് അങ്ങനത്തെ പരിപാടി ഇല്ലേ, സിനിമയിൽ മാത്രമാണോ? ഞാൻ അതുകൊണ്ടാണ് എടുത്ത് ചോദിക്കായിരുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്, അതാണ് പറഞ്ഞത്, നമ്മൾ ഈ സിനിമ കണ്ട പരിചയമെങ്കിലും മാധ്യമപ്രവർത്തനത്തിൽ ഇരിക്കുമ്പോ ഇല്ലെങ്കിലുള്ള വലിയ പ്രശ്നം. അത് ശരിയാണ് ശ്രീല. അപ്പൊ ഏതായാലും ഈ ബിഗ് ടി വി ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് അറിയണം. വൈകാതെ വരുമെന്ന് വിചാരിക്കുന്നു. ജനുവരി ലാസ്റ്റ് ഒക്കെയാണ് അവർ പറയുന്ന ഒരു ഡേറ്റ്. അപ്പൊ ഏതായാലും ഇലക്ഷന് മുമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു രാഷ്ട്രീയ ചേരി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം നമുക്ക് പ്രകടമായി സാറ്റലൈറ്റ് ചാനലുകളിൽ ഇപ്പോ രാഷ്ട്രീയ ചേരിയുണ്ട്. കൈരളി TV ഒക്കെ പൂട്ടി പോകുന്നതാണ് നല്ലത്. കാര്യം കൈരളി TVയുടെ ആവശ്യമില്ല. വെറുതെ ഒരു PR സെറ്റപ്പായിട്ട് ഒരു സ്കോപ്പും ഇല്ല. PR സെറ്റപ്പായിട്ട് വെറുതെ സർക്കാർ ഓഫീസായിട്ട് ഇങ്ങനെ ഇടാമെന്നേ ഉള്ളൂ. അതിനേക്കാൾ ഗംഭീരമായിട്ട് പണിയെടുക്കുന്നത് അല്ലെ, അതിനേക്കാൾ ഗംഭീരമായിട്ട് പണിയെടുക്കുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി പണിയെടുക്കുന്ന ചാനലുകളുണ്ട്. അപ്പൊ ഇനി ആ റോളാണോ അതിന്റെ കൂടെയാണോ ബിഗ് TV നിൽക്കാൻ പോകുന്നത്? അപ്പൊ അതല്ല, ഇനിയിപ്പം കോൺഗ്രസിന് പാവപ്പെട്ടവന്മാർക്ക് ഒരു ചാനലും ഇല്ല, ഉള്ള ചാനലും മര്യാദയ്ക്ക് അവന്മാർക്ക് ഓടിക്കാനും പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ചേരിയിലോട്ട് അവന്മാരുടെ കൂടെ നിൽക്കുന്നോ എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീല ചോദിച്ച ചോദ്യങ്ങളൊക്കെ, ഉന്നയിച്ച കാര്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. വീണ്ടും ഇരിക്കാമോ? ശരി.